എന്നാൽ ചിലപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെയൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് സ്നേഹം, നമുക്ക് അവരോട് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രായമായി അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. അതെ. പിന്നെ കൊണ്ട് പറ്റാത്തപ്പോൾ ഇന്നോ എനിക്കൊന്നിനും വേണ്ട അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് പിസ്കണ്ട. ഉം, ഉള്ളത് അനുഭവിക്കാനായില്ലേൽ ഉള്ളതിൽ കാര്യമില്ല. ഉം, ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് തള്ളാനും നിൽക്കണ്ട. ഉം, ഉള്ളത് തിളക്കമോടെ നൽകൂ എന്നുള്ളതാണ്. മനസ്സിലായി. മനസ്സിലായില്ലേ? പിസ്കണ്ട, അതെ. അതൊരു ഉള്ളിൽ നിന്ന് വന്നൊരു വാക്കാട്ടോ. അതെ. നാച്ചുറലായിട്ട് വന്നൊരു സംഭവമാണ്. അതെ. കാരണം അത് എനിക്ക് കൊണ്ട് സ്നേഹത്തെക്കുറിച്ചായിരിക്കും. കാരണം നമ്മൾ സ്നേഹം. ഉള്ളിലുണ്ടാവേണ്ട കാര്യമല്ലോ. സ്നേഹം നൽകേണ്ടവർക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ടതുപോലെ നൽകണം. ഇതിലെല്ലാം ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാം ഉണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉം, ഒരു ആശയം പറയുമ്പോൾ ഉം, എന്നും പറയാവുന്നതല്ലോ. ഇതിലെല്ലാം ഉണ്ട്. പിശുക്കണ്ട പറഞ്ഞാൽ പിശുക്ക് വേണ്ട ഉം, എന്നുള്ളതാണ്. ഉം. ഏ, ഉള്ളത് അനുഭവിക്കാനായില്ലെങ്കിൽ ഉള്ളതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അത് എന്തും അതാണ് അങ്ങനെ തന്നെയാണ്. അതാണ് അതാണ് പണമാകട്ടെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതാണ്. അല്ലേ? നേരത്തെ സൂചിപ്പിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയിട്ടൊരു കാര്യമില്ല. ആ ഉള്ള പണം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നില്ല, ഉം, ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളതിൽ സ്നേഹമാകട്ടെ, ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പുറത്ത് പ്രകടിപ്പിക്കണം. മക്കളോടാണെങ്കിൽ പ്രകടിപ്പിക്കണം. ചില ആൾക്കാർ ഭയങ്കര ഗൗരവം പിടിച്ച്, അല്ലേ, നല്ല ഗൗരവത്തിൽ, പക്ഷെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. അതാണ്. ഭയങ്കര സ്നേഹം ഉണ്ടാവും. അത് എപ്പോഴാണ് പുറത്ത് വരും? എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിയുമ്പോൾ അവരെ സ്നേഹം അറിയാതെ പുറത്തേക്ക് വരും. ഉം, അപ്പോൾ അങ്ങനല്ല, സ്നേഹം പ്രകടിപ്പിക്കണം. ഉം. പ്രകടിപ്പിക്കും തോറും കുറഞ്ഞു പോകുന്ന ഒന്നല്ല സ്നേഹം. ഈ തീർച്ചയായിട്ടും. ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഉറവ് പറ്റാത്ത കിണറ്റിലെ വെള്ളം പോലെയാണ് എന്ത്, സ്നേഹം. അത് എടുക്കും തോറും എന്ത് ചെയ്യും, അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്ന പോലെ ആണ് സ്നേഹം. ആ സ്നേഹം അപ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളത് എന്ത് ചെയ്യുക, അത് അനുഭവിക്കാനുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, മാറണം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സമ്പത്താണെങ്കിലും സ്നേഹമാണെങ്കിലും അതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നല്ല ചിന്തകളാണെങ്കിലും ഒക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് ഫലപ്രദമാവുന്നുള്ളൂ. അതെ. അതല്ലാത്തതൊക്കെ നമുക്ക് അടുത്തൊരു സെക്കൻഡിൽ ഇതൊക്കെ എന്താവുന്നുള്ളൂ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തുക. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഉള്ളിലുള്ളത് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് തള്ളാനും നിൽക്കണ്ട എന്നുള്ളതാണ്. അതാണ് ഏ? നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയാ. അതെ, ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ട് കേട്ടോ, സ്നേഹം എന്ന് പറയും. ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും കാര്യമില്ല, അത് പുറത്ത് കാണിക്കണം. അതാണ്. ഈ സ്നേഹം ഉള്ളിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിങ്ങനെ പുറത്ത് കാണിച്ച് അനുഭവിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക. ഉം, ഇപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് സ്നേഹം ഉള്ളിലുണ്ട്. ഉം, ചില ആൾക്കാർ സ്നേഹം ഒരു ഞാൻ ഇതില്ല, ചില ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കൽ അവരുടെ ഷെയ്ക്ക് ഹാൻഡ് കൊണ്ടോ ഒക്കെ ആയിരിക്കും, വ്യത്യസ്തങ്ങളായ രൂപങ്ങളായിരിക്കും. പക്ഷെ നമ്മളത് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട, എനിക്ക് ഉള്ളിലുണ്ട് എന്ന് തള്ളാൻ നിൽക്കണ്ട. അങ്ങനെ ഉള്ളിലുള്ളിൽ പ്രകടിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അത് അയ- ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് തോന്നിയത്. അതിലൊരു പോയിന്റ് പറയണത് എന്താ അറിയോ, ആ. ഈ സ്നേഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിങ്ങാണ്ട് കാട്ടിക്കൂട്ടലും പാടില്ല. അതെ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്. അതെ, അതുകൊണ്ടാണ് ഉള്ളിലുള്ള തിളക്കമോടെ നൽകൂ. അതെ, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാവരുത്. എന്നാൽ ചിലപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെയൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് നമുക്ക് അവരോട് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രായമായി അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. അതെ. പിന്നെ കൊണ്ട് പറ്റാത്തപ്പോൾ ഇന്നോ എനിക്കൊന്നിനും വേണ്ട അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് അവർ ആ സ്നേഹം കാണിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കുട്ടികളെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കേണ്ടി വരും അതെ. സ്വാഭാവികമായിട്ട്. അപ്പോൾ അവിടെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതെ. പക്ഷെ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് എന്തില്ല, പ്രശ്നങ്ങളില്ലല്ലോ. ഇല്ല. ഈ ഉള്ളിലുള്ള തിളക്കമോടെ നൽകൂ എന്ന് പറയുമ്പോൾ മറ്റൊരു സാധനം എനിക്ക് മനസ്സിലോർമ്മ വരുന്നത് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള എന്താണോ അത് പ്യുവറായിട്ടുള്ള സാധനമാണ്, ഉം. പ്യൂരിറ്റിയാണ്, അല്ലേ? അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് അല്ലേ. അത്ര തങ്കാണെന്ന് പറയാം. തങ്ക അതെ. അത് അതേപോലെ കൊടുക്കാൻ പറ്റണം. ഉം. അത് ഉള്ളിൽ അതിൽ കൂടുതൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓൻ അത് വേറെ എന്തെങ്കിലും വിചാരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. കൊടുക്കുന്നതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ കൊടുക്കുകയും ചെയ്യരുത്. ഓനക്ക് ഇഷ്ടം അങ്ങനെ കൊണ്ട് കൊടുക്കുന്നതാണ് എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കുകയും ചെയ്യരുത്. ഉള്ളിലുള്ള എന്താണോ അതേപോലെ ആ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കുന്നൊരവസ്ഥ
ഉണ്ടാകണം. അപ്പോൾ സ്നേഹത്തിൽ പിശുക്ക് പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഉം. സ്നേഹത്തിൽ പിശുക്കാൻ എന്തില്ല, പാടില്ല. ബാക്കിയുള്ള ഒന്നിലും പിശുക്കണ പോലെ സ്നേഹത്തിലും എന്ത് ചെയ്യരുത്, പിശുക്കരുത്. ഒരു നല്ല സുഹൃത്തായിരിക്കുക, നല്ല സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്നേഹത്തിന്റെ പേരിൽ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതും എന്തല്ല യഥാർത്ഥ ശരിയല്ല, ആത്മാർത്ഥത ഉള്ള അല്ല, സ്നേഹമല്ല. അല്ല. അത് നമ്മൾ തിരിച്ചറിയണം. കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ്, അതുകൊണ്ട് ഓനോട് നോ പറയാൻ കഴിയില്ല, അങ്ങനെ ആവാൻ പാടില്ല. നോ പറയേണ്ട അടുത്ത് നോ ആരോടും പറയണം.